ഹലോ ഹായ് വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷുക്കട്ടയാണ്. അപ്പോൾ അന്ന് വിഷു വരുമ്പോൾ നമുക്ക് വിഷുവിൻ്റെ അന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നമുക്കത് കാണാം. ഈ വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഉണക്കലരി ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പച്ചരി. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. 1 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല വിളഞ്ഞ തേങ്ങ, ഇതും ഇപ്പം ഞാൻ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തലപ്പാലും എടുക്കണം, ബാക്കി 2ാം പാലും നമുക്ക് എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങയിൽ നിന്ന് പാല് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ പച്ചരി ആയാലും ഉണക്കലരി ആയാലും ഒരു 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. അതായത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കുതിരാൻ വെക്കുന്നത്. കുതിർന്നതിന് 20 മിനിറ്റ് കൂടുതൽ ഇടരുത്. വാരി എടുക്കണം. വാരി നമുക്ക് ഒരു എന്താ പറയുക, നെറ്റ് പോലുള്ള പാത്രത്തിലോ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം വാലാൻ വെക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലോ എടുത്ത് വെക്കുക. നമുക്ക് ആദ്യം തലപ്പാലാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം വെള്ളം നമ്മൾ കൂട്ടിയെടുക്കരുത്, സ്വല്പം വെള്ളം മാത്രം ചേർത്ത്, അതായത് ഇപ്പം ഞാൻ 1 തേങ്ങയിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്താണ് അടിച്ചെടുക്കുന്നത്. അപ്പം നല്ല കട്ടിയുള്ള പാല് നമുക്ക് കിട്ടും. അപ്പം അതൊന്ന് അടിച്ചിട്ട് വരും. നമ്മൾ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയുടെ 2ാം പാലാണിത്. ഇത് ഏകദേശം ഒരു 4 കപ്പോളം വരും. അതുപോലെ തന്നെ അതിലും കട്ടിയായിട്ടാണ് നമ്മുടെ 1ാം പാല്. 1ാം പാല് നമുക്ക് 1 കപ്പാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇനി അരി വേവിക്കാനായിട്ട് നോക്കാം. നമ്മൾ അരി വേവിക്കാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിലേക്ക് നമ്മുടെ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് 3ാം പാല് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം, പക്ഷേ ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് 2ാം പാല് മതി. നമ്മൾ 2ാം പാല് അടുപ്പത്ത് വെച്ചാലും നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് തിളച്ച് വരുന്ന കൂട്ടത്തിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ പാലൊക്കെ ഇളക്കി തിളപ്പിക്കുന്ന കണക്ക് തന്നെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ അരി ഈ പാലിൽ കിടന്ന് വേണം നന്നായിട്ട് വെന്ത് വരാൻ. അതിനാണ് നമ്മൾ 4 കപ്പോളം 2ാം പാല് എടുക്കുന്നത്. നമ്മളിതിനകത്ത് പച്ചവെള്ളമോ അങ്ങനെയൊന്നും ചേർക്കത്തില്ല. അപ്പം നമ്മൾ അരി ഇട്ടാലും നമ്മൾ ഇളക്കി നിർത്താൻ പാടില്ല. കുറച്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു സ്വല്പ സമയമൊക്കെ നമുക്ക് ഇളക്കാതൊക്കെ ഇരിക്കാം, കണ്ടിന്യൂസ് ഒന്നുമല്ല. എന്നാലും നമ്മൾ ഇളക്കി കൊടുക്കുന്നതാണ് അതിന് സേഫ്. അടിക്ക് പിടിച്ചാൽ അത് പോയില്ലേ. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത്, അതായത് 2ാം പാലിൽ കിടന്നാണ് നമ്മുടെ ഈ അരി നന്നായിട്ട് വെന്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടണം. അപ്പോൾ നമ്മുടെ വിഷുക്കട്ടയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാമ്പഴ പുളിശ്ശേരി കൂട്ടി കഴിക്കാം, കറി കൂട്ടി കഴിക്കണമെന്നുള്ളവർക്ക്. അതല്ലെങ്കിൽ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിൽ ചുക്കൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തരാം. അത് കൂട്ടിയാണെങ്കിലും നമുക്ക് ഈ വിഷുക്കട്ട കഴിക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് തലപ്പാല് മുഴുവനും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബാക്കിയിരിക്കുന്ന തലപ്പാലൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അടിക്ക് പിടിക്കാൻ ഇപ്പം ചാൻസ് കൂടുതലാണ്, കാരണം നമ്മൾ നേരത്തെ വെള്ളം തീരെ പറ്റിച്ചിങ്ങെടുത്തില്ലേ, പാല് പറ്റിച്ചാണ് നമ്മളിത് എടുക്കുന്നത്. അത് കാരണം നമ്മൾ ഇനി അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇളക്കി തന്നെ ഇരിക്കണം. ഇപ്പം നമ്മുടെ തലപ്പാൽ മുഴുവൻ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മുടെ വിഷുക്കട്ടയ്ക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഒരല്പം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. നമ്മളിവിടെ ഒരു പാത്രത്തിൽ നെയ്യാണ് ഞാൻ തടയിട്ടുള്ളത്. നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് തടവിട്ട് നമുക്കിതിലേക്ക് മാറ്റാം. കോരിയതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നിരത്തി കൊടുക്കാം. ഇത് ചില നാട്ടിൽ വിഷുക്കട്ട ഉണ്ടാക്കും, ചില നാട്ടിൽ വിഷുക്കഞ്ഞിയാണ്. വിഷുക്കഞ്ഞിന്നോ പാൽക്കഞ്ഞിന്നോ ഒക്കെ പറയാം. പലയിടത്തും പല രീതിയിലാണ് ചെയ്യുന്നത്. അത് ഇച്ചിരി കൂടെ ഉണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ശർക്കര നീരുണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി മാത്രം. ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ചുക്കുപൊടി. ജീരകപ്പൊടി ഇഷ്ടമാണെങ്കിൽ ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചുക്കുപൊടി മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. 1-2 ചെറിയ കഷ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ഉരുകിക്കോട്ടെ. ഇതേ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ച് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷുക്കട്ടയുടെ പരിപാടി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.